ഹായ് ഓൾ. ഇന്ന് ഖാദി ബോർഡ് LDC മെയിൻസ് എക്സാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എങ്ങനെയാണ് കട്ട് ഓഫ്, അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ടോപ്പിക്കുകളും ഒരു ആവറേജ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇതിൽ തന്നെ എക്കണോമിക്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ടഫ് ആയിരുന്നു നമുക്ക് പറയാം. എക്കണോമിക്സ് കുറച്ച് ടഫ് ആയിരുന്നു. ബാക്കി എല്ലാതും ഒരു ആവറേജ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഒത്തിരി ക്വസ്റ്റ്യൻസ് വളരെ ഈസി ആയിരുന്നു. കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗം വരുമ്പോൾ കുറച്ച് ഡൗട്ട് ആയിരുന്നു. കോൺസ്റ്റിറ്റ്യൂഷന്റെ പല ക്വസ്റ്റ്യൻസിലും ഡൗട്ട് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോ അതില് ഇനിയിപ്പോ ഫൈനൽ ആൻസർ കീ, പ്രൊവിൻഷ്യൽ ആൻസർ കീനെ നമുക്ക് അത്ര വിശ്വസിക്കാൻ പറ്റാത്തത് കൊണ്ട് ഫൈനൽ ആൻസർ കീ വരുമ്പോൾ തന്നെ അറിയാൻ പറ്റുള്ളൂ. കോൺസ്റ്റിറ്റ്യൂഷന് കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുണ്ടായിരുന്നു. IT വളരെ എളുപ്പമായിരുന്നു. പിന്നെ ഇംഗ്ലീഷും മലയാളവും അതുപോലെ തന്നെ മാത്സും നല്ല എളുപ്പമായിരുന്നു എന്നാണ് സാധാരണ പറയുന്നത്. ഓക്കെ, മലയാളം എന്ന് പറയുമ്പോൾ നമ്മൾ പ്രീവിയസ് ഇയർ ചോദിച്ച ചോദ്യങ്ങൾ തന്നെയാണ്. പിന്നെ LDC ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് പോയവർക്ക് ഖാദി ബോർഡ് LDCയുടെ എക്സാം തരക്കേടില്ലാതെ നമുക്ക് എഴുതാൻ പറ്റും. കാരണം ഒത്തിരി ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് അല്ല, നമ്മുടെ ആ ഏരിയാസ് വളരെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നമുക്കറിയാം ഖാദി ബോർഡ് LDCയുടെ വേക്കൻസി എന്ന് പറയുന്നത് വളരെ കുറവാണ് അല്ലെ, വളരെ കുറവാണ് ഖാദി ബോർഡ് LDCയുടെ വേക്കൻസി വരുന്നത്. സോ ഈ വേക്കൻസി നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഇതിന്റെ എക്സാം വരുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിന്റെ ഖാദി ബോർഡ് LDCയുടെ നമ്മൾ ഈ കട്ട് ഓഫിന് അനുസരിച്ച് പറയാന്ന് പറയുമ്പോൾ, നോർമലി ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വരുമ്പോൾ നമുക്ക് എന്തായിരുന്നു, ഇതിൽ കൃത്യമായിട്ട് നമുക്കറിയാം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ മുൻപിൽ വരുമ്പോൾ സാധാരണ മാർക്ക് വരേണ്ടത് എത്രയായിരുന്നു? ഒരു 60 മുതൽ 65 വരെ നമുക്ക് മാർക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ഖാദി ബോർഡ് LDCയുടെ ഒരു പ്രത്യേകതയാണ് വേക്കൻസി വളരെ കുറവാണ്. വേക്കൻസി 50-നുള്ളിലാണ് വേക്കൻസി വരുന്നത്. ഓക്കെ, 50-നുള്ളിലാണ് വേക്കൻസി എങ്ങനെ പോയാലും വരുള്ളൂ. ഇനി NJD ഉണ്ടെങ്കിൽ, ഓക്കെ, നോൺ ജോയിനീസ് കൂടുതൽ ഉണ്ടെങ്കിൽ ഒരു 100-നുള്ളിലാണ് വേക്കൻസി വരുന്നത് കേട്ടോ. 100-നുള്ളിലാണ് വേക്കൻസി വരുന്നത്. അപ്പോ നമുക്ക് വേക്കൻസി അല്ല, മീൻസ് NJD ഉണ്ടെങ്കിൽ, ഓക്കെ, NJD ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കട്ട് ഓഫ് കുറച്ച് കുറയും. അപ്പൊ ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഒരു 70-ൽ കൂടുതൽ കട്ട് ഓഫ് എന്തായാലും പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, ഒരു 70 മുതൽ 80 വരെയാണ് കട്ട് ഓഫ് എക്സ്പെക്ട് ചെയ്യുന്നത് നമ്മൾ. 70 മുതൽ 80 വരെ. അപ്പൊ NJD ഇല്ലേ, ഓക്കെ, NJD വരുമ്പോഴാണ് 70 മുതൽ 80 വരെ. കാരണം നമുക്ക് ഒത്തിരി പേര് ഇപ്പൊ LDC എളുപ്പമുള്ള ഒത്തിരി ആൾക്കാരുണ്ടാവും. അവർക്ക് അവരും ഈ പേപ്പർ എഴുതിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് LDCയിലേക്കായിരിക്കും കൂടുതൽ പേര് പ്രിഫർ ചെയ്യുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് LDC കിട്ടിയിട്ട് കുറെ പേര് പോവും. അതുകൊണ്ടാണ് പറയുന്നത് 70 മുതൽ 80 വരെയാണ് കട്ട് ഓഫ് വരാനുള്ള സാധ്യത കേട്ടോ. 70 മുതൽ 80 വരെയാണ് കട്ട് ഓഫ് വരാനുള്ള സാധ്യത. അപ്പോ എത്രയായിരുന്നു നിങ്ങൾക്ക് എക്സാമിന് മാർക്ക് ഉണ്ടായത് എന്നൊക്കെ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.